ശ്രീ മാത്യു ആന്റണി, ഈ പാറ്റ്നയിലും മുംബൈയിലും കാണാത്ത ഐക്യം ഇപ്പോൾ രാംലീല മൈതാനത്ത് കാണുകയായിരുന്നു. ഇങ്ങനെ ഒരുമിച്ചില്ലെങ്കിലുള്ള അപകടം തിരിച്ചറിഞ്ഞുള്ള കൂടിച്ചേരലാണോ? ഈ ഐക്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം? സ്മൃതി, ഇത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂടിച്ചേരലാണ്. കാരണം ഒരു ഗുണ്ടാ ഭരണകൂടമാണ് ഇപ്പോൾ ഇന്ത്യയെ ഭരിക്കുന്നത്. അവരെന്ത് പറയുന്നോ അതിന് നേരെ വിപരീതമായിട്ടാണ് അവർ ചെയ്യുന്നത്. നേരത്തെ കാണിച്ചു പ്രധാനമന്ത്രി മോദി അഴിമതിക്കെതിരെ പ്രസംഗിച്ചു എന്നുള്ളത്. രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 2013 ആദിത്യ ബിർളയുടെ ഓഫീസിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. അതിൻ്റെ അകത്ത് ഇമെയിലിൽ വന്ന കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആദിത്യ ബിർളയുടെ ചീഫ് അക്കൗണ്ട്സ് മാനേജർ സക്സേനയും അവരുടെ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അമിതാഭും ഇൻകം ടാക്സിന്റെ അസസ്മെന്റ് ഓഫീസേഴ്സ് ആയിട്ടുള്ള അങ്കിത പാണ്ഡെയും RD വർമ്മയും കൂടി സെക്ഷൻ 137 പ്രകാരം ഒപ്പുവെച്ച് സാക്ഷ്യപ്പെടുത്തിയ പത്രത്തിന്റെ അകത്ത് 40 കോടി രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കാണ്. 25 കോടി കൊടുത്തത് അന്നത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. അതേപോലെ തന്നെ സഹാറയുടെ മാർകോം എന്ന കമ്പനിയിലും ഇൻകം ടാക്സ് റെയ്ഡ് 2014 നടത്തി. 9 തവണയായിട്ട് നരേന്ദ്രമോദിക്ക് 40 കോടി രൂപ കൊടുത്തു. ശിവരാജ് ചൗഹാന് 10 കോടി രൂപ കൊടുത്തു. എക്സൽ ഷീറ്റിൽ ഈ രണ്ട് കേസിലും എക്സൽ ഷീറ്റിൽ പിന്നെ എഴുതി വെച്ചതിലും ഇമെയിലിലും ആയിട്ട് എത്ര രൂപ എവിടെ വെച്ച് എന്ന് ആർക്ക് ആര് എവിടെ വെച്ച് കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. 2014 കേസ് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്രയും വലിയ അഴിമതി കേസിൽ 2016 ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് അതിന് പെട്ടെന്ന് വിധി പറഞ്ഞു, ആ കേസ് ഇല്ലാതാക്കി. അതുകൂടാതെ 2013 യെഡിയൂരപ്പയുടെ ഡയറി പിടിച്ചു, 1800 കോടി രൂപ. അന്നത്തെ CBDT കമ്മീഷണർ സുശീൽ ചന്ദ്ര അന്നത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇത്രയും പിടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് താങ്കളുടെ പേരുണ്ട് 150 കോടി രൂപ, ഗഡ്കരിയുടെ പേരിലുണ്ട് 150 കോടി രൂപ, രാജ്നാഥ് സിംഗിന്റെ പേരിലുണ്ട് 100 കോടി രൂപ, എങ്ങനെ മുന്നോട്ട് നീങ്ങണം? അരുൺ ജെയ്റ്റ്ലി അന്ന് ആ സമയത്ത് കർണാടകയുടെ ഇൻചാർജ് ആയിരുന്നു. ഒരു അന്വേഷണവും ഉണ്ടായില്ല. ഇവിടെ ആരാണ് അഴിമതിക്കാർ? അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറയുന്ന BJP പച്ചയായിട്ടുള്ള നഗ്നമായിട്ടുള്ള സത്യമാണ് ജനങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നത്. എന്നിട്ട് പൊള്ളയായിട്ടുള്ളൊരു പ്രചരണം. ഇവിടെ ഇന്ത്യ എന്ന രാജ്യത്തെ ഭരണഘടന അപകടം നേരിടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അലയൻസിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, TMCയുടെ ഡെറക് ഒബ്രെയ്നും പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യ അലയൻസിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ടായിരിക്കും. അവര് സീറ്റ് വിഭജനത്തിൽ നമ്മുടെ കൂടെ വന്നിട്ടില്ല, എങ്കിലും അവർ നമ്മുടെ കൂടെ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ടുള്ള രാഷ്ട്രീയ വിരോധങ്ങൾ സംസ്ഥാന തലങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ദേശ നന്മയ്ക്കായിട്ട് ദേശ സുരക്ഷയ്ക്കായിട്ടാണ് ഈ ഇന്ത്യ ഘടകകക്ഷി മുന്നണികൾ ഒരുമിച്ച് വന്നേക്കുന്നത്. ഈ രണ്ട് മുഖ്യമന്ത്രിമാരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തേക്കുന്നത് PMLA വകുപ്പ് പ്രകാരമാണ്. അതിൽ ജാമ്യം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഒരു ക്രൂര നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളിലാണ് ഇവരെല്ലാം അറസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താനായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.